റാൻഡിയുടെ തലക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന വോയിസ് ആരുടേതാണെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. ഈ കഴിഞ്ഞ സ്മാക്ഡൗണിൽ റാൻഡി ആയിരുന്നു ആ ഒരു ഷോ കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഡിയെ മോക്ക് ചെയ്തുകൊണ്ട് റാൻഡി അവിടെ നിന്നും സംസാരിച്ചു തുടങ്ങുകയുണ്ടായി. റാൻഡിയുടെ ഹോം ടൗൺ ആയിട്ടുള്ള സെന്റ് ലൂയിസിൽ വെച്ചിട്ടായിരുന്നു സ്മാക്ഡൗൺ നടന്നത്. അടുത്ത തവണ സെന്റ് ലൂയിസിൽ എത്തുന്ന സമയത്ത് തന്റെ കയ്യിൽ 15th വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരിക്കുമെന്നുള്ളത് റാൻഡിയുടെ ഉറപ്പ് നൽകുകയുണ്ടായി. താൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് സെന്റ് ലൂയിസിന് വേണ്ടിയിട്ടല്ല, തന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ ഫാമിലിയെ റാൻഡി തന്നെ അവിടെ കാണിക്കുകയുണ്ടായി. റസൽമേനിയയിൽ കോഡി എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്, അതായത് മാച്ച് കഴിഞ്ഞതിന് ശേഷം കോഡി തിരിച്ചു പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയേണ്ട. കോഡിയെ സ്ട്രെച്ചറിൽ കടത്തിക്കൊണ്ടു പോകുന്നതോ, കോഡി ഇഴഞ്ഞു പോകുന്നതോ, കോഡി നടന്നു പോകുന്നതോ എങ്ങനെയാണെങ്കിലും കോഡി പോയിക്കോട്ടെ. പക്ഷേ പോകുന്ന സമയത്ത് കോഡിയുടെ കയ്യിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. ഏറ്റവും അവസാനം ഞാൻ എൻ്റെ തലയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വോയിസ് കേട്ടു. ഈ ഒരു വോയിസ് കോഡിയുടെ തലയിലേക്കും വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കോഡിയുടെ തലയിൽ കേൾക്കുന്നത് കോഡിക്ക് എന്തായാലും വിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരിക്കണം. അതാണ് കോഡി കേൾക്കാതിരിക്കുന്നത്. തനിക്കിനി ഒരിക്കലും ആ ഒരു ഫേസ് ക്യാരക്ടറിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നുള്ളതും റാൻഡി പറയുകയുണ്ടായി. അപ്പോൾ തന്നെ കോഡി റോഡ്സ് റിംഗിലേക്ക് എത്തിയ ഉടനെ തന്നെ ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരു ബ്രോൾ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. റാൻഡിയെ ഒരു മൂലയിലിട്ട് കോടി ചവിട്ടി കൂട്ടിയതിനു ശേഷം തിരിഞ്ഞപ്പോഴേക്കും അതാ വരുന്നു പാറ്റ് മക്കാഫി. പാറ്റ് മക്കാഫിയുടെ കയ്യിൽ നിന്നും ഒരു ലോ ബ്ലോ കോഡിക്ക് കിട്ടുകയുണ്ടായി. റാൻഡിയുടെ അതേ ടീഷർട്ട് തന്നെയായിരുന്നു പാറ്റ് മക്കാഫിയും ധരിച്ചിട്ടുണ്ടായിരുന്നത്. റാൻഡി ഒരു ചെയറും ഒരു മൈക്കും എടുത്തുകൊണ്ട് വരികയുണ്ടായി. ചെയർ റാൻഡിയുടെ കയ്യിലും മൈക്ക് പാറ്റ് മക്കാഫിക്ക് കൈമാറുകയും ചെയ്തു. ആ ചെയർ ഉപയോഗിച്ച് കോഡിയെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റാൻഡി. ഈ സമയത്ത് പാറ്റ് മക്കാഫി സംസാരിക്കാൻ തുടങ്ങി. മക്കാഫി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബിസിനസ്സിനോട് എനിക്കുള്ള വിശ്വാസ്യത പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താൻ WWE നിന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർ താൻ എന്തുകൊണ്ടാണ് മാറി നിന്നത്, താൻ വരുന്നില്ല എന്നുള്ളതെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വരാത്തതിന്റെ കാരണം ഈ ബിസിനസ്സിനെ വളരെയധികം മോശമാക്കി മാറ്റിയത് ഈ കോഡി റോഡ്സ് തന്നെയാണ്. കോഡി റോഡ്സ് വന്നതിന് ശേഷമാണ് ഈ ഒരു ഷോ ഇത്രയധികം മോശമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് WWE രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു റാൻഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വരാൻ വേണ്ടിയിട്ടും കോഡിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ബിസിനസ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഞാനാണ് റാൻഡിയുടെ തലയിലുള്ള ആ ഒരു വോയിസ്. ഇപ്പോഴത്തെ റസൽമേനിയയുടെ ടിക്കറ്റ് വരെ വിറ്റുപോയിട്ടില്ല. റാൻഡി റസൽമേനിയയിൽ മത്സരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും റാൻഡിയെ നല്ല രീതിയിൽ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് റസൽമേനിയ ടിക്കറ്റ് വിറ്റുപോകാത്തത് എന്നുള്ളത് പാറ്റ് മക്കാഫി പറഞ്ഞു. ഇതേ സമയത്ത് റാൻഡി കോഡിയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി റിംഗിൽ നിന്നും ഇറങ്ങിപ്പോവുകയുണ്ടായി.